ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതായത് റെസ്റ്റോറൻറ്റിൽ എങ്ങനെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 ഉള്ളി, വലിയ ഉള്ളി, 5 തക്കാളി, 5-10 പച്ചമുളക്, പിന്നെ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 2 എണ്ണം. പെരുന്നാളല്ലേ വരുന്നത്, അപ്പോൾ ബീഫും ചിക്കനെല്ലാം കുറച്ചങ്ങോട്ട് മാറ്റി വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 1 കിലോ അരിക്ക് 3/4 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും നന്നായി പേസ്റ്റ് രൂപത്തിലാക്കണേ. അതിൽ നിന്നും കുറച്ചെടുത്ത് നമ്മൾ കഴുകി വെച്ച ചെമ്മീനിൽ പുരട്ടി അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ചെമ്മീൻ നന്നായി വറുത്ത് കോരി വെക്കണേ. അതിനുശേഷം ആ പാനിൽ തന്നെ ഉള്ളി വഴറ്റാം. അതിലേക്ക് ചതച്ച് വെച്ച മസാലക്കൂട്ട് ചേർക്കാം. അത് നന്നായി പച്ചമണം മാറി വന്നാൽ തക്കാളി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഗരം മസാലയും. നന്നായി അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുക്കറിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. മസാലക്കൂട്ട് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരി കഴുകി റെഡിയാക്കി വെക്കാം. മസാലക്കൂട്ടെല്ലാം വെന്ത് അത് മറ്റൊരു പാത്രത്തിലേക്കാക്കി പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. അത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറിൻ്റെ പണി നോക്കാം. ചോറിന് ഞാൻ വറുത്തിട്ടാണ് ചോറുണ്ടാക്കുന്നത്. സാധാരണയായി ഞാൻ വറക്കാറില്ല. ഇത് പശുനെയ്യും വെളിച്ചെണ്ണയും കുറച്ച് ചേർത്ത് ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പു ഇത് 3 ചേർത്ത് കഴുകി വെച്ച അരിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റിയതിന് ശേഷം അതിന് തിളച്ച വെള്ളം ഒഴിക്കണം. നമ്മൾ 1 കപ്പ് അരിയാണ് എടുക്കുന്നെങ്കിൽ 1.5 കപ്പ് വെള്ളത്തിൻ്റെ കണക്കായിരിക്കണേ. കറക്റ്റ് അളവിൽ ചോറ് റെഡിയാകും.
ചോറുണ്ടാക്കിയാൽ നല്ല രുചിയുണ്ടാവും. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് പകുതി ചോറ് മസാലയിലേക്ക് തട്ടി പിന്നെ ബാക്കി വന്ന മസാലക്കൂട്ട് അതിലേക്ക് ചേർത്ത് ചോറും അതിലേക്ക് നിരത്തി അതിൻ്റെ മേലെ പുതിന ഇലയാണ് അരിഞ്ഞിട്ട് നിരത്തിയത്, മല്ലിയിലയല്ല. പിന്നെ വറുത്ത് വെച്ചിരുന്ന ഉള്ളി അതിലേക്ക് വിതറി മൂടി വെച്ചു. ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിട്ട് വെച്ചു. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ.